ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ നിരവധി സമരസേനാനികളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. സവർക്കർ, ഭഗത് സിംഗ്, സുഭാഷ് ചന്ദ്രബോസ്, തിലകൻ, ഗോഖലെ, ഗാന്ധി, നെഹ്റു, അങ്ങനെ നിരവധി പേരുണ്ട്. ഇവരിൽ ഏറ്റവും കൂടുതൽ കാലം സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജയിൽ ശിക്ഷ അനുഭവിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് ഒന്നുകിൽ സവർക്കറുടെയോ അല്ലെങ്കിൽ മഹാത്മാഗാന്ധിയുടെയോ അല്ലെങ്കിൽ ജവഹർലാൽ നെഹ്റുവിൻ്റെയോ ഒക്കെ പേരുകളായിരിക്കാം. അത് തന്നെ ഇപ്പോൾ ഒരു വലിയ തർക്ക വിഷയമാണ്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. അതുപോലെ തന്നെ ലോകത്ത് ഏറ്റവും കൂടുതൽ കാലം ജയിലിൽ കിടന്നത് ആരാണെന്ന് ചോദിച്ചാൽ നെൽസൺ മണ്ടേല എന്ന പേരാകും നമ്മൾ ഓർക്കുക. എന്നാൽ അതാണോ സത്യം? അതൊന്നുമല്ല സത്യം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ 47 വർഷം ജയിലിൽ കിടന്ന ഒരു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനിയുടെ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ലോകത്ത് നെൽസൺ മണ്ടേല 27 വർഷം ജയിലിൽ കിടന്നതിൻ്റെ പേരിൽ അറിയപ്പെടുന്നു. നമ്മളത് ആദരിക്കുന്നു. എന്നാൽ മണ്ടേലയേക്കാൾ 20 വർഷം അധികം നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ബ്രിട്ടീഷ് ജയിലിൽ ഏതാണ്ട് 47 വർഷം കിടന്ന ഒരാൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വിശ്വസിക്കണം. ചരിത്ര പുസ്തകങ്ങളിൽ അധികം രേഖപ്പെടുത്താതെ പോയ ജീവിതത്തിൻ്റെ ഏതാണ്ട് മുക്കാൽ ഭാഗത്തോളം, അതായത് ആകെ 47 വർഷം, 17,200 ദിവസങ്ങൾ ബ്രിട്ടീഷ് തടവറയിൽ ഹോമിച്ച ഒരു വീര പോരാളിയെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അങ്ങനെ ഒരാളുണ്ട്. ആ മനുഷ്യൻ്റെ പേരാണ് ഉദാങ് സായ്. ആരാണ് ഉദാങ് സായ്? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് പറയുമ്പോൾ നാം സാധാരണ ഡൽഹിയെയും ഝാൻസിയെയും കാൺപൂരിനെയും ഒക്കെ ഓർക്കും. എന്നാൽ അതേ കാലഘട്ടത്തിൽ ഇന്നത്തെ ഒഡീഷയിലെ സാമ്പൽപൂർ പ്രദേശത്ത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ വിറപ്പിച്ച ഒരു കുടുംബം ഉണ്ടായിരുന്നു. വീർ സുരേന്ദ്ര സായി, ഉദാത് സായി, ബൽറാം സായി, ഛബില സായി. ഒഡീഷയിലെ സംബൽപൂർ ചൗഹാൻ രാജവംശത്തിൽ ബിന്ദ എന്ന ഗ്രാമത്തിലാണ് ഇവർ 4 പേരും ജനിച്ചത്. ഏതാണ്ട് 1800 മുതൽ ബ്രിട്ടീഷ് ഭരണകൂടം, അതായത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ഇന്ത്യയിലെ ഓരോ നാട്ടുരാജ്യങ്ങളും ഓരോ കാരണങ്ങൾ പറഞ്ഞ് അവരുടെ അധികാരത്തിൻ്റെ കീഴിൽ കൊണ്ടുവരാൻ തുടങ്ങി. അങ്ങനെ സാമ്പൽപൂരിലെ ഭരണാവകാശ തർക്കങ്ങളിൽ ബ്രിട്ടീഷുകാർ, ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇടപെടാൻ തുടങ്ങി. ചെറുതായി നാട്ടുരാജ്യങ്ങളുടെ പരമ്പരാഗത അവകാശങ്ങളെ അവഗണിച്ച് ബ്രിട്ടീഷുകാർ സ്വന്തം താല്പര്യങ്ങൾക്കനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കാൻ തുടങ്ങി. ഇതിനെതിരെയാണ് സുരേന്ദ്ര സായിയും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും പ്രതിഷേധവുമായി രംഗത്തെത്തുന്നത്. 1827 സംബൽപൂരിലെ ചൗഹാൻ രാജാവായിരുന്ന മഹാരാജ സായി അന്തരിച്ചു. തുടർന്ന് നിയമപരമായ അടുത്ത അവകാശി വീര സുരേന്ദ്ര സായി ആയിരുന്നു. എന്നാൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് അത്ര താല്പര്യമുള്ള ഒരാളായിരുന്നില്ല ഈ വീര സുരേന്ദ്ര സായി. സ്വാതന്ത്ര്യ ചിന്താഗതിക്കാരനായിരുന്ന സുരേന്ദ്ര സായിയെ മാറ്റി നിർത്തിക്കൊണ്ട് ബ്രിട്ടീഷുകാർ അന്തരിച്ച രാജാവിൻ്റെ വിധവയായ മോഹൻകുമാരിയെ ഭരണാധികാരിയാക്കി. അത് ആ പ്രദേശത്തെ ജനങ്ങളിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായി. തങ്ങളുടെ അവകാശം സ്ഥാപിച്ചെടുക്കാൻ സുരേന്ദ്ര സായിയും സഹോദരൻ ഉദാന്ത സായിയും ചേർന്ന് ആദിവാസികളെയും പ്രാദേശിക നേതാക്കന്മാരെയും ഒക്കെ സംഘടിപ്പിച്ചു. ഗോത്രവർഗക്കാരെയും പ്രാദേശിക ജമീന്ദാർമാരെയും കൂടെ കൂട്ടി ബ്രിട്ടീഷുകാർക്കെതിരെ അവർ ശക്തമായ ഗറില്ല യുദ്ധം നയിച്ചു. കമ്പനി എല്ലാ ശക്തിയും എടുത്ത് സമരത്തെ അടിച്ചമർത്തി. സായി സഹോദരന്മാർ ഒട്ടും വിട്ടുകൊടുത്തില്ല. അവരും പരമാവധി ചെറുത്തുനിന്നു. ബ്രിട്ടീഷ് ക്യാമ്പുകൾക്ക് നേരെ ഇവർ നിരന്തരം ആക്രമണങ്ങൾ നടത്തി. ഒടുവിൽ 1840 ചതിയിലൂടെ ബ്രിട്ടീഷ് വിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിൽ ഈ സായി സഹോദരന്മാരെ ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്ത് ഹസാരിബാഗ് ജയിലിലേക്ക് മാറ്റി. അവിടെ അവർ 17 വർഷത്തോളം കഠിന തടവ് അനുഭവിച്ചു. ഇതിനിടയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി പട്ടാളക്കാരുടെ ക്രൂരമായ മർദ്ദനത്തിനിരയായി ബൽറാം സായി ഹസാരിബാഗ് ജയിലിൽ വെച്ച് തന്നെ മരിക്കുന്നു. പിന്നീട് ബാക്കിയായത് 3 പേർ മാത്രമാണ്. ഒരവസരം വരും എന്ന പ്രതീക്ഷയിൽ അവർ 3 പേരും അങ്ങനെ കാത്തിരുന്നു. ആ സമയത്ത് ഒരു നോമിനിയായി മാത്രം മോഹൻകുമാരി എന്ന രാജ്ഞിയെ മുന്നിൽ നിർത്തി ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആ സംബൽപൂർ എന്ന നാട്ടുരാജ്യം ഭരിക്കാൻ തുടങ്ങി. രാജ്ഞിയുടെ കാലശേഷം പിന്നീട് പിന്തുടർച്ചാവകാശിയായി നാരായൺ സിംഗ് എന്ന രാജാവ് വന്നു. അപ്പോഴും രാജാവ് ഒരു പേരിന് ഒരു പദവി മാത്രമായിരുന്നു. ഭരണം ഈസ്റ്റ് ഇന്ത്യ കമ്പനി തന്നെയായിരുന്നു. കമ്പനിയുടെ ഭരണം കൊണ്ട് ജനങ്ങളാകെ പൊറുതിമുട്ടി. അങ്ങനെ സഹിച്ച് ജീവിക്കുന്ന കാലത്ത് 1849 അന്നത്തെ രാജാവ് നാരായൺ സിംഗ് അന്തരിക്കും. അദ്ദേഹത്തിന് ആൺമക്കളില്ലാതിരുന്നതിനാൽ ഡൽഹൌസി പ്രഭു ദത്തുപുത്ര അവകാശ നിരോധന നിയമം വഴി സംബൽപൂർ പൂർണ്ണമായും ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർത്തു. അത് ജനങ്ങളിൽ കൂടുതൽ പ്രകോപനം ഉണ്ടാക്കി. അപ്പോഴാണ് ഇന്ത്യയിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം പുറപ്പെടുന്നത്. 1957 സിപ്പായി ലഹള എന്ന് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വിളിച്ച ആ സമരം ഇന്ത്യയിൽ ആകെ പടർന്നു. വിപ്ലവകാരികൾ ഈ ഹസാരിബാഗ് ജയിൽ തകർത്തു. അങ്ങനെ സുരേന്ദ്ര സായിയും ഉദാന്ത സായിയും ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടു. അവർ നേരെ സംബൽപൂരിലേക്ക് തിരികെ വരികയും അവിടുത്തെ ഗോത്രവർഗക്കാരായ ബിഞ്ചാല്, ഗോണ്ട്, ഈ ജനവിഭാഗങ്ങളെല്ലാം കൂടെ ചേർത്തിട്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരായിട്ട് പോരാട്ടം ആരംഭിക്കുകയും ചെയ്തു. ഏതാണ്ട്
2000-ലധികം പോരാളികൾ ഇവരോടൊപ്പം അന്ന് അണിനിരന്നു. ബ്രിട്ടീഷുകാരുടെ ആധുനിക ആയുധങ്ങളെ നേരിടാൻ ഇവർക്ക് പീരങ്കികളോ വലിയ സൈന്യമോ ഒന്നുമില്ലായിരുന്നു. അതിനാൽ പടിഞ്ഞാറൻ ഒഡീഷയിലെ കൊടുങ്കാടുകളിലും മലനിരകളിലും ഒക്കെ കേന്ദ്രീകരിച്ച് ഇവർ ബ്രിട്ടീഷുകാർക്കെതിരെ ഒളിപ്പോര് എന്ന് വെച്ചാൽ ഗറില്ല യുദ്ധം നടത്തി. കാട്ടിൽ പതിയിരുന്ന ബ്രിട്ടീഷ് സൈന്യത്തെ ആക്രമിക്കുന്ന ഈ രീതി കാരണം വർഷങ്ങളോളം വിപ്ലവകാരികളെ തൊടാൻ പോലും ബ്രിട്ടീഷ് സൈന്യത്തിന് കഴിഞ്ഞില്ല. ഇന്ത്യയിലെ മറ്റു ഭാഗങ്ങളിലെല്ലാം 1857 വിപ്ലവം അടിച്ചമർത്തപ്പെട്ടിട്ടും സംബൽപൂരിലെ പോരാട്ടം 1864 വരെ തുടർന്നു. വിപ്ലവകാരികളുടെ ഭക്ഷണശേഖരവും വഴികളുമൊക്കെ ബ്രിട്ടീഷുകാർ പൂർണ്ണമായി തടഞ്ഞു. ജനങ്ങൾ പട്ടിണിയിലായതോടെ പോരാട്ടത്തിന്റെ ശക്തി കുറഞ്ഞു. വൈകാതെ ഇവരെ രണ്ടുപേരെയും വർഷങ്ങളോളം നീണ്ട പോരാട്ടത്തിന്റെ ഒടുവിൽ 1864 ജനുവരിയിൽ ബ്രിട്ടീഷുകാർ വീണ്ടും ചതിപ്രയോഗത്തിലൂടെ അറസ്റ്റ് ചെയ്തു. വിചാരണ കോടതി അവരെ വെറുതെ വിട്ടെങ്കിലും ബ്രിട്ടീഷ് ഭരണകൂടം തങ്ങളുടെ പ്രത്യേക അധികാരം, ഒരു റെഗുലേഷൻ ആക്ട് അനുസരിച്ച് ഇവരെ വിചാരണ കൂടാതെ അനിശ്ചിതകാലത്തേക്ക് തടവിലിട്ടു. സംബൽപൂര്, റായ്പൂർ, നാഗ്പൂർ തുടങ്ങിയ ജയിലുകളിലായി 1 വർഷത്തിലേറെ കഴിഞ്ഞതിന് ശേഷം ഇവരെ മധ്യപ്രദേശിലെ അതീവ സുരക്ഷയുള്ള അസീർഗഡ് കോട്ടയിലെ തടവറയിലേക്ക് മാറ്റി. പതിറ്റാണ്ടുകൾ നീണ്ട ക്രൂരമായ തടവ് ജീവിതത്തിനിടയിൽ സുരേന്ദ്ര സായിക്ക് തന്റെ കാഴ്ചശക്തി പൂർണ്ണമായും നഷ്ടപ്പെട്ടു. അന്ധനായി മാറിയ അദ്ദേഹം ജയിലിന്റെ കൊടും പീഡനങ്ങൾ താങ്ങാനാവാതെ 1884 ഫെബ്രുവരി 28, ചില രേഖകളിലൊക്കെ അത് മെയ് 23 എന്നാണ് കാണിക്കുന്നത്, തന്റെ 75-ാമത്തെ വയസ്സിൽ ഈ അസീർഗഡ് ജയിലിൽ വെച്ച് മരണമടഞ്ഞു. ജ്യേഷ്ഠന്റെ മരണശേഷവും ഉദാന്ത സായിയെ ബ്രിട്ടീഷുകാർ മോചിപ്പിച്ചില്ല. തന്റെ കുടുംബാംഗങ്ങളെ എല്ലാം നഷ്ടപ്പെട്ട് ജയിലിന്റെ തണുത്ത തറയിൽ അദ്ദേഹം 10 വർഷം കൂടി ജീവിച്ചു. ഒടുവിൽ 1894 ജനുവരിയിൽ തന്റെ ജീവിതത്തിന്റെ 47 വർഷങ്ങളും തടവറയിൽ ഹോമിച്ച ആ വീര പോരാളിയും അസീർഗഡ് ജയിലിനുള്ളിൽ വെച്ച് അവസാന ശ്വാസം വലിച്ചു. അസീർഗഡ് ജയിലിൽ മാത്രം 28 വർഷം ഉദാന്ത സായി തടവിൽ കഴിഞ്ഞു. ജയിൽവാസത്തിന്റെ ആകെ കണക്ക് നമ്മൾ പറയുകയാണെങ്കിൽ ഹസാരിബാഗ് ജയിലിൽ ഏതാണ്ട് 17 വർഷക്കാലം, സംബൽപൂർ, റായ്പൂർ, നാഗ്പൂർ ജയിലുകളിൽ 1 വർഷവും 136 ദിവസവും, അതുപോലെ തന്നെ അസീർഗഡ് കോട്ടയിൽ 28 വർഷത്തിലധികം. അങ്ങനെ ആകെ തടവുകാലം ഏതാണ്ട് 47 വർഷം. തങ്ങളുടെ ജീവിതം മുഴുവൻ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി തടവറകളിൽ ഹോമിച്ച സുരേന്ദ്ര സായിയും അദ്ദേഹം 37 വർഷം ജയിൽവാസം അനുഭവിച്ചു. ഉദാന്ത സായിയും അദ്ദേഹം 47 വർഷം ജയിലിൽ കിടന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ സമാനതകളില്ലാത്ത പോരാളികളാണ്. സ്വന്തം നാട്ടിൽ നിന്ന് ഏറെ അകലെ ഒരു കോട്ടയ്ക്കുള്ളിൽ, ഇരുണ്ട അറയ്ക്കുള്ളിൽ ബന്ധിക്കപ്പെട്ട് ആരും അറിയാതെയാണ് ഈ വലിയ സ്വാതന്ത്ര്യ സമര സേനാനികൾ ഇല്ലാതായത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും അവഗണിക്കപ്പെട്ട അധ്യായങ്ങളിലൊന്നാണ് ഇവരുടെ പോരാട്ടം. സംബൽപൂർ വിപ്ലവം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും നീണ്ടുനിന്നതും ശക്തവുമായ സായുധ പോരാട്ടങ്ങളിലൊന്നാണ്. 1827 മുതൽ 1862 വരെ ഏതാണ്ട് 35 വർഷത്തോളം ആ വിപ്ലവം നീണ്ടുനിന്നു. ബ്രിട്ടീഷുകാർ ഇവർക്ക് മാപ്പ് നൽകാമെന്നൊക്കെ പറഞ്ഞാണ് ഇവരെ പിടിച്ചത്. പിന്നീട് ആ വാക്ക് തെറ്റിച്ച് 1864 വീണ്ടും ഇവരെയെല്ലാം കൂട്ടത്തോടെ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കുകയായിരുന്നു. സ്വാതന്ത്ര്യ സമരം ഡൽഹിയിലോ ബോംബെയിലോ കൽക്കത്തയിലോ മാത്രം നടന്ന ഒന്നായിരുന്നില്ല. രാജ്യത്തിന്റെ അതിർത്തികളിലും വനപ്രദേശങ്ങളിലും ഇതുപോലുള്ള ചെറിയ നാട്ടുരാജ്യങ്ങളിലും അതേ ആത്മത്യാഗത്തോടെ പോരാടിയ ആയിരക്കണക്കിന് മനുഷ്യരുടെ കഥയും കൂട്ടായ്മയുമായിരുന്നു അത്. അവരിൽ ഒരാളല്ല, ഒരുപക്ഷെ ഏറ്റവും വലിയ ത്യാഗികളിൽ ഒരാളാണ് ഉദാന്ത സായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ 47 വർഷങ്ങൾ, യൗവനം, കുടുംബം, സ്വപ്നങ്ങൾ, സ്വാതന്ത്ര്യം എല്ലാം നഷ്ടപ്പെട്ടിട്ടും ബ്രിട്ടീഷുകാരനോട് മാപ്പ് പറയാൻ തയ്യാറാകാതിരുന്ന ഒരു ഇന്ത്യൻ. ഇന്ന് അദ്ദേഹത്തിന്റെ പേര് അധികം ആരും ഓർക്കുന്നില്ല. പക്ഷേ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ വില എത്രയായിരുന്നു എന്നറിയണമെങ്കിൽ ഉദാന്ത സായിയുടെ ജീവിതം ഒരിക്കൽ വായിക്കണം. കാരണം ചില പോരാളികൾ യുദ്ധഭൂമികളിൽ രക്തം ചൊരിഞ്ഞു, ചിലർ തൂക്കുമരങ്ങളിൽ ജീവൻ നൽകി. എന്നാൽ ഉദാന്ത സായി തന്റെ ജീവിതത്തിന്റെ പകുതിയിലധികം കാലം ജയിലറയ്ക്കുള്ളിൽ സമർപ്പിച്ചു. ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് 1 ഇഞ്ച് പോലും വിട്ടുവീഴ്ച ചെയ്യാതെ സ്വന്തം മണ്ണിലെ ഗോത്ര ജനതയെ മുൻനിർത്തി അവർ നടത്തിയ ഈ പോരാട്ടം ഇന്ത്യൻ ചരിത്രത്തിലെ സമാനതകളില്ലാത്ത അധ്യായമാണ്.